ഇറാൻ വെടിനിർത്തലിനിടെ ലബനനെ ആക്രമിച്ച ഇസ്രയേലിനെ മനുഷ്യരാശിയുടെ ശാപമെന്ന് വിശേഷിപ്പിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഇതിന് ശക്തമായ മറുപടിയുമായി രംഗത്തെത്തി. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ആഹ്വാനം അങ്ങേയറ്റം അപലപനീയമാണെന്ന് ഓഫീസ് പറഞ്ഞു. ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ ലബനനിൽ വംശഹത്യ നടക്കുകയാണെന്ന് ഖ്വാജ ആസിഫ് സമൂഹ മാധ്യമത്തിൽ ആരോപിച്ചു. ഇസ്രയേൽ നിരപരാധികളായ പൌരന്മാരെ കൊന്നൊടുക്കുകയാണ്. ആദ്യം ഗാസ, പിന്നെ ഇറാൻ, ഇപ്പോൾ ലബനൻ. രക്തച്ചൊരിച്ചിൽ തടസ്സമില്ലാതെ തുടരുന്നു. ഈ ക്യാൻസർ ബാധിച്ച രാജ്യം സൃഷ്ടിച്ചവർ നരകത്തിൽ പോകട്ടെയെന്നും ഖ്വാജ ആസിഫ് പറഞ്ഞു. സമാധാന ശ്രമങ്ങളുടെ മധ്യസ്ഥനാണെന്ന് അവകാശപ്പെടുന്ന ഒരാളിൽ നിന്നും ഉണ്ടാകേണ്ട പ്രസ്താവനയല്ല ഇതെന്നും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് തിരിച്ച് പ്രതികരിച്ചു. ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിദിയോൻ സാറും പാകിസ്ഥാൻ നേതൃത്വത്തെ പരസ്യമായി ശാസിച്ചു. ഇസ്രയേലിനെ ക്യാൻസർ എന്ന് വിളിക്കുന്നത് രാജ്യത്തിന്റെ നാശത്തിനായുള്ള ആഹ്വാനമാണെന്നും തങ്ങളെ നശിപ്പിക്കുമെന്ന പ്രതിജ്ഞയെടുത്ത ഭീകരവാദികളെ ഇസ്രയേൽ പ്രതിരോധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലോകം ഉറ്റുനോക്കുന്ന ഇറാൻ ചർച്ച പാകിസ്ഥാനിൽ നടക്കാനിരിക്കെയാണ് ഈ പ്രസ്താവന പുറത്തുവരുന്നത്. ഇസ്ലാമാബാദ് നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടൽ സെറീനയാണ് ചർച്ചാവേദി. ഹോട്ടലിലെ മുഴുവൻ താമസക്കാരെയും ഞായറാഴ്ച വരെ ഒഴിപ്പിച്ചു. ഹോട്ടലിലെ 3 കിലോമീറ്റർ ചുറ്റുള്ള അതീവ സുരക്ഷാ മേഖലയെ പ്രഖ്യാപിച്ച് ലോക്ഡൌണും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലാണ് സംഘം. പാകിസ്ഥാനെ വിശ്വാസമില്ലെന്ന് ഇസ്രയേലും അറിയിച്ചിരുന്നു. പാകിസ്ഥാൻ ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്ന രാജ്യമായതിനാൽ അവരെ വിശ്വസിക്കുന്നില്ലെന്ന് ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസിഡർ വ്യക്തമാക്കി. സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അമേരിക്കയാണ് ഇസ്രയേൽ ആശ്രയിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രണ്ടാഴ്ചത്തെ വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തർക്കങ്ങൾ പരിഹരിക്കാൻ ഇസ്ലാമാബാദിൽ നേരിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. എല്ലാ ഉപരോധങ്ങളും നീക്കുക, യുദ്ധനഷ്ട പരിഹാരം നൽകുക, ഹോർമൂസ് കടലിടുക്കിന് മേലുള്ള നിയന്ത്രണം അംഗീകരിക്കുക തുടങ്ങിയവയാണ് ഇറാന്റെ മുഖ്യ ആവശ്യങ്ങൾ. ഹോർമൂസിൽ കപ്പലുകൾക്ക് ചുങ്കം ഈടാക്കുന്നതിലൂടെ ധാരാളം പണം ലഭിക്കുമെന്നും ഈ പണം ഇറാനിലെ പുനർനിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുമെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇറാനെതിരെ ഉപരോധങ്ങളിൽ ഇളവുകൾ വാഗ്ദാനം ചെയ്ത ട്രംപ് ഹോർമൂസിൽ ഗതാഗതം സുഗമമാക്കാൻ US യുദ്ധക്കപ്പലുകൾ കാവലുണ്ടാകുമെന്നും പറഞ്ഞു. ഹോർമൂസിലൂടെ ഇനി മുതൽ അനുമതിയില്ലാതെ കപ്പലുകളെ വിടില്ലെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. 15 വെടിനിർത്തൽ പദ്ധതിയാണ് US പാകിസ്ഥാൻ വഴി ആദ്യം ഇറാന് കൈമാറിയത്. ഇത് തള്ളി ഇറാൻ 10 ബദൽ പദ്ധതി വച്ചു. ഇതോടെ ഇറാനെ ഇല്ലാതാക്കുമെന്ന് ട്രംപ് അന്ത്യശാസനം നൽകി. 11 മണിക്കൂറിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ട്രംപുമായി സംസാരിച്ചു. ആക്രമണം 2 ആഴ്ച നീട്ടിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചു. വെടിനിർത്തുമെങ്കിൽ ഹോർമൂസ് തുറക്കാമെന്ന് ഇറാൻ സമ്മതിച്ചതോടെ കരാറിൽ വഴിതെളിക്കുകയായിരുന്നു. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഫീസ് ഈടാക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ മുന്നറിയിപ്പ് നൽകി. ഉണ്ടെങ്കിൽ അത് നിർത്തണമെന്നും ട്രംപ് വ്യക്തമാക്കി. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ടാങ്കറുകളിൽ നിന്ന് ഇറാൻ ഫീസ് ഈടാക്കുന്നതായ റിപ്പോർട്ടുകൾ ഉണ്ട്. അവ ഈടാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഉണ്ടെങ്കിൽ അതിപ്പോൾ അവസാനിപ്പിക്കണമെന്നും ട്രംപ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് വഴി എണ്ണക്കപ്പലുകൾ കടന്നുപോകാൻ ഇറാൻ നിബന്ധനകൾ വെക്കുന്നുവെന്നും തങ്ങൾ തമ്മിലുള്ള കരാർ അങ്ങനെയല്ലെന്നും ട്രംപ് മറ്റൊരു പോസ്റ്റിൽ കുറിച്ചു. ഇറാനും US തമ്മിലുള്ള നിർണായക ചർച്ചയ്ക്ക് മുമ്പായിട്ടാണ് ട്രംപിന്റെ പ്രതികരണം. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അറുതി വരുത്തുക എന്ന ലക്ഷ്യവുമായി USഉം ഇറാനും തമ്മിൽ നടത്തുന്ന ചർച്ച പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലാണ് നടക്കുന്നത്. വെടിനിർത്തൽ സംബന്ധിച്ച പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യത്തിന്റെയും പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ച നടക്കുന്നത്. ഫെബ്രുവരി 28-ന് US ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചതോടെയാണ് പശ്ചിമേഷ്യ സംഘർഷഭരിതമായത്. ന്യൂസ് ഡെസ്ക്.